ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വിദ്യാസ് റെസോർട്ട്. ഇന്ന് ഞാൻ കുറച്ച് ഗ്രേപ്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഞാൻ ഇന്നൊരു വൈൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അല്ലേ വരുന്നത്. അപ്പം നമ്മൾ ആ സമയത്ത് കുറച്ച് വൈൻ വേണമെന്ന് പറഞ്ഞ് തപ്പി നടന്നാൽ നമുക്ക് കിട്ടത്തില്ല. നമുക്കിനിയും പ്ലം കേക്കും അതും ഇതുമൊക്കെ റെഡിയാക്കണ്ടേ. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ വൈൻ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. പിന്നെ പ്രത്യേകിച്ചാണെങ്കിൽ ആൽക്കഹോൾ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ എന്തായാലും അതിനകത്തിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് കാണും. അപ്പോൾ അങ്ങനത്തെ വൈനൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പം ഞാനതൊരു 2-3 ടൈംസൊക്കെ കഴുകിയിട്ട് ഞാനെല്ലാം റെഡിയാക്കി നന്ദുവിൻ്റെ ശിവയുടെയും കൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരതിൽ നിന്ന് പൊട്ടിയതും ചീഞ്ഞതും അഴുക്കായതും ഒക്കെ ആയിട്ടുള്ള ഗ്രേപ്സൊക്കെ മാറ്റിയിട്ട് നല്ലതായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറഞ്ഞു. അപ്പോൾ കൂട്ടത്തിൽ കണഞ്ചേട്ടനും കൂടെ വന്നിരിപ്പുണ്ട് കേട്ടോ. കണഞ്ചേട്ടനും കൂടെ ചെയ്യട്ടെ. വൈൻ ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാടില്ലായിരുന്നു. ന്യൂ ഇയർ നമ്മുടെ ബനാന വൈൻ ഇങ്ങനെ തുളിച്ചങ്ങനെ ആയി വരും, തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇത് പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് അതുകൂടെ കാണിക്കാം അല്ലേ. ഇതെടുക്കുന്ന സമയത്ത് രണ്ടും കൂടെ ഒന്നിച്ച് കാണിക്കാം. അന്നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അതെ അതെ. അല്ല, അതൊന്നുകൂടെ എളുപ്പമല്ലായിരുന്നോ? എനിക്കിതുപോലെ ഇത് ക്ലീൻ ചെയ്യണ്ടായിരുന്നല്ലോ. അതെ അതെ അതെ. ഇതിനാണെങ്കിൽ ഭയങ്കര ഇതല്ലേ, നല്ലതായിട്ട് എടുക്കണ്ടേ എല്ലാം വൃത്തിയാക്കി. മുന്തിരി വൈനല്ലേ ഫേമസും. നാട്ടിലൊക്കെ ഒരുപാട് എല്ലാം പൊട്ടിപ്പോകുന്ന ഇവിടെ കുറച്ചുകൂടെ ഒരു ഇതിന്റെ ഹാൻഡ്ലിംഗ് ഒക്കെ കുറച്ചുകൂടി നല്ലതായിരുന്നു. ഭയങ്കര ക്വാളിറ്റി സാധനമായിരിക്കും. ചീത്തയായതോ പൊട്ടിയതോ ഒന്നും ഒരെണ്ണം പോലും എടുത്തിട്ടുണ്ടോ. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നതാണെങ്കിൽ കുറച്ച് സീഡ്ലെസ്സുമായിട്ടുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. സീഡുള്ളതാണ് കുറച്ചുകൂടി നല്ലത്, കുറച്ച് പുളിയുള്ളത്. ഇതിന് കുറച്ച് മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷുഗർ അതിൽ കുറച്ചാണ് ചേർക്കുന്നത്. കണ്ടില്ലേ, ഇത്രയും വേസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലല്ല, ഇവിടെ കുറച്ചുകൂടെ ക്ലീൻ ചെയ്തൊക്കെയാണ് കിട്ടുന്നത്. കുറച്ച് വേസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി ഇത് നമുക്കിനി ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പം ഞാൻ നിങ്ങളെ വെയിറ്റ് കാണിക്കുന്നുണ്ട്. ഇതാണെങ്കിൽ 2 കിലോ, കുറച്ചുകൂടെ കൂടുതലുണ്ട്. അപ്പോൾ അത് ഇനി നമുക്ക് വെച്ചേക്കാം. അപ്പോൾ അതെല്ലാം മെഷർമെൻറ്റും കറക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഷുഗർ ആയാലും വെള്ളത്തിൻ്റെ അളവായാലും എല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം അതൊത്തില്ലെന്ന് വരും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇത് പറയുന്നത്. ഇതിപ്പോൾ 2 കിലോ മുന്തിരിങ്ങയുണ്ട്. അപ്പോൾ അതിനി നമ്മൾ ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. നന്നായിട്ട് തുടച്ച് റെഡിയാക്കി ഒന്ന് ഉണക്കണം. അപ്പോൾ അത് ഒട്ട് ശകലം പോലും വെള്ളം ഇരിക്കരുത്. അപ്പോൾ ഷുഗർ ഞാൻ 2 കിലോ ഗ്രേപ്പിന് 2 കിലോ ഷുഗർ തന്നെയാണ് എടുക്കുന്നത്. വേണമെങ്കിൽ 2.5 കിലോ എടുക്കാം നിങ്ങൾക്ക്. അപ്പം അതിന് കുഴപ്പമില്ല. അപ്പം നമുക്ക് അത്രയും മധുരം വേണ്ടാത്തതുകൊണ്ട് നമ്മളിങ്ങനെയാണ് എടുക്കുന്നത്. ഞാൻ നേരത്തെ എടുത്തിരിക്കുന്നതും അങ്ങനെ തന്നെ. ഞാനൊരു ബനാന വെച്ചിട്ട് ഒരു വൈൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഇത് എടുക്കുന്നതിന് മുൻപായി 2 ദിവസം മുൻപായിട്ട് വേണം അത് പൊട്ടിക്കാനായിട്ട്. അപ്പോൾ അന്നേരം ഞാൻ നിങ്ങളെ അതിൻ്റെ വീഡിയോയും കൂടെ കാണിക്കാം. അത് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വെള്ളത്തിൻ്റെ അളവും കൂടി ഇനിയും പറഞ്ഞു തരാം. ഞാനാണ് 250 ഗ്രാമിൻ്റെ ഉള്ള ഒരു മെഷർമെൻറ്റ് കപ്പിനകത്തിലാണ് എടുത്തിരിക്കുന്നത്. 18 ഗ്ലാസ്, ഒരു 4.5 ലിറ്റർ വെള്ളമാണ് ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ചൂടാകാൻ വെള്ളം പാടില്ല. ഇത് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരിക. അപ്പോൾ അതിലേക്ക് ഷുഗർ ഇട്ടിട്ട് നന്നായിട്ട് ഷുഗർ മെൽറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് മെൽറ്റാക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മൾ നോർമലി റെഡിയാക്കുമ്പോൾ നമ്മൾ ഈ ഗ്രേപ്സിൻ്റെ കൂടെ തന്നെ നമ്മൾ ഷുഗറൊക്കെ ഇട്ടിട്ട് എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഇളക്കിയൊക്കെ കൊടുക്കണം ഒരേ സമയത്ത്. ചിലപ്പോൾ നമുക്ക് അതൊന്നും ഒത്തൊന്നും വരത്തില്ല. ചിലപ്പോൾ നമുക്ക് കയ്യിൽ ചിലപ്പോൾ കുറച്ച് വെള്ളമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൂത്തൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളൊരു 21 ഡേയ്സിലേക്ക് നമ്മൾ റെഡിയാക്കി അങ്ങ് അടച്ചു വെച്ചാൽ പിന്നെ ഒരു 21 ഡേയ്സ് കഴിഞ്ഞതിന് മാത്രമേ നമ്മൾ ഓപ്പൺ ചെയ്യത്തുള്ളൂ. അത്രയും ദിവസത്തേക്ക് അവിടെ ഇരുന്നത് റെഡിയാകും. അപ്പോൾ ഷുഗറെല്ലാം മെൽറ്റായി കണ്ടില്ല, നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനി ഇവിടെ ഇരുന്നൊന്ന് തണുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഫ്രിഡ്ജിൽ വെക്കാത്തത് വേണം നമ്മൾ എടുക്കാനായിട്ട്. പിന്നാണെങ്കിൽ ഒരു 2 കഷ്ണം പട്ട, പിന്നാണെങ്കിൽ ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്, ഒരു 3-4 എണ്ണം.
പിന്നാണെങ്കിൽ ഏലക്ക അതുപോലെ തന്നെ 3 എണ്ണം, പിന്നെ ഒരു എഗ്ഗ് വൈറ്റ് ആണെങ്കിൽ അതൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു എഗ്ഗിൻ്റേത് മതി കേട്ടോ. ഒരു 2 കിലോ മുന്തിരിങ്ങയ്ക്കാണെങ്കിൽ ഒരു എഗ്ഗ് വൈറ്റ് മതി നമുക്ക്. അപ്പം നമ്മുടെ ഭരണിയെല്ലാം റെഡിയാക്കിയിട്ട്, നമുക്ക് ഭരണിയൊന്നും ഇല്ല, നമുക്ക് ഭരണി എന്ന് പറയാം. ഇത് ഞാൻ വാങ്ങിച്ച് നന്നായിട്ട് ചൂടുവെള്ളത്തിലെല്ലാം കഴുകി, പിന്നാണെങ്കിൽ ഈ വുഡിൻ്റെ തവിയാണെങ്കിലും എല്ലാം നന്നായിട്ട് ചൂടുവെള്ളത്തിലെല്ലാം കഴുകി തുടച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഒരു ശകലം പോലും വെള്ളം പാടില്ല. അത് നമ്മൾ എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിച്ചോണം, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇത് പൂത്തു പോകും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പാടില്ല. നന്നായിട്ട് നമ്മൾ എടുക്കുമ്പോൾ പോലും നമ്മുടെ കയ്യിൽ പോലും ഒരു തുള്ളി വെള്ളം പറ്റാൻ പാടില്ല. അതൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. കുറച്ച് കെയറിങ് ഇത് വേണം. നമ്മൾ നോർമലി നമ്മൾ കുക്ക് ചെയ്യുന്ന പോലെ അല്ല ഇത്. എല്ലാ ഗ്രേപ്സും ഒന്ന് പൊട്ടിച്ചിട്ട് വേണം നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ കുറച്ച്, ഞാനിപ്പോൾ 2-3 എണ്ണം ഇങ്ങനെ ഇടുന്നുണ്ട്, ബാക്കിയെല്ലാം അങ്ങോട്ട് ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാമെങ്കിൽ പെട്ടെന്നത് റെഡിയാകുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണം, കൈകൊണ്ട് വേണേൽ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ തവി വെച്ചിട്ടാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ ഈ മത്തുണ്ടല്ലോ, നമ്മുടെ മോരൊക്കെ തൈരുടയ്ക്കുന്ന മത്ത് വെച്ചിട്ട് നമ്മൾക്കൊന്ന് പ്രസ് ചെയ്താലും മതി. അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യും. ഞാനിത് തവി വെച്ചിട്ടാണ് പ്രസ് ചെയ്തത്. പിന്നാണെങ്കിൽ ഒരു 2 പിടി ഇതാണ് ഗോതമ്പാണിത്, പച്ചഗോതമ്പ്. അത് ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അതും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം നമ്മൾ ഗോതമ്പ് ഇത് നമ്മൾ ഭരണിയിലേക്ക് ഇട്ടു. ഇനി നമ്മൾ ഗോതമ്പാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്, 2 പിടി കേട്ടോ. എല്ലാത്തിനും അളവാരും മറന്നു പോകരുത്, അളവെല്ലാം കൃത്യമായിരിക്കണം. പിന്നെ നമ്മൾ ഈസ്റ്റാണ് എടുക്കുന്നത്. ഒരുപാട് ഈസ്റ്റൊന്നും വാരിയിടരുത്, ടീസ്പൂണാണ്, 1 ടീസ്പൂണാണ് ഞാൻ ഇടുന്നത്. ഇതിന് 1 ടീസ്പൂൺ തന്നെ ധാരാളമാണ്. ഇത് നമ്മൾ 21 ഡേയ്സിലേക്കല്ലേ വെക്കുന്നത്, അപ്പം 1 ടീസ്പൂൺ തന്നെ മതി. പിന്നുള്ളത് ഒരു എഗ്ഗ് വൈറ്റ് ആണ്, അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ ഷുഗർ സിറപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മൾ കുറേശ്ശെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കറക്റ്റ് റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയത് വേണം കേട്ടോ, ഒട്ടും ചൂടൊന്നും കാണരുത്. എല്ലാം കുറച്ചൊരു കെയർഫുള്ളായിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഞാൻ ഫുള്ളും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു 21 ഡേയ്സ് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്യത്തുള്ളൂ. ആ ഏലക്കാൻ പട്ടയും കൂടെ ഒന്നിട്ടോട്ടെ. ഇനി 21 ഡേയ്സ് കഴിഞ്ഞിട്ടല്ലേ നമ്മളിത് ഓപ്പൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാം കേട് തീർത്ത് ഇന്ന് അങ്ങ് ഇളക്കി എല്ലാവരും കൂടെ അങ്ങ് മിക്സ് ചെയ്യുക. നല്ല വൃത്തിയായിട്ട് അങ്ങ് ഇളക്കുക. ഒരു 2-3 മിനിറ്റ്സ് എടുത്ത് അങ്ങ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്തെളുപ്പമല്ലേ, നമുക്ക് എല്ലാ ദിവസവും ഇളക്കേണ്ട ആ ഒരു ഇത് മാറ്റി നമുക്ക് ഒറ്റ പ്രാവശ്യം ഇളക്കി വെക്കുക. ഇനി ഒരു 21 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മളിതിനെ തുറക്കത്തുള്ളൂ. അപ്പം നല്ല സൂപ്പർ വൈനാകും. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് അരിച്ച് കുപ്പിയിലൊക്കെ ആക്കി റെഡിയാക്കുന്ന വീഡിയോ ഞാൻ കാണിക്കാം. അല്ലെങ്കിൽ ഇത് ഒരുപാട് വലുതായി പോകും, അതുകൊണ്ട് ഞാനിത് കുറേശ്ശെ കാണിക്കുന്നുള്ളൂ. പിന്നെ ഈ സമയത്ത് നമുക്ക് തുണിയൊക്കെ വെച്ച് കെട്ടി റെഡിയാക്കി വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഇത് നല്ല ടൈറ്റായിട്ടുള്ള ബോട്ടിലാണ്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും എനിക്ക് നല്ല ഇതായിട്ട് കിട്ടും. ഞാൻ ബനാന അങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 21 ഡേയ്സ് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയുക. ക്രിസ്മസിന് വേണ്ടി ഇപ്പോഴേ തന്നെ എല്ലാവരും റെഡിയാക്കിക്കോ കേട്ടോ.